ഒരു ബോംബ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കുക പോലും വേണ്ട, പണി കിട്ടും. എന്താവശ്യമുണ്ടെങ്കിലും ഗൂഗിളാണ് നമ്മുടെ ഗുരു, ഗൂഗിളാണ് നമ്മുടെ എൻസൈക്ലോപീഡിയ. ഏത് കാര്യവും ഗൂഗിളിൽ തിരയാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. നിയമം നിങ്ങളെ കാത്തിരിക്കുകയാണ്. 4 കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ തിരയുകയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും. ഗൂഗിളിൽ വിവരങ്ങൾ തിരയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുകയാണ്. ഏതൊരു ചെറിയ കാര്യമായാൽ പോലും സംശയം തീർക്കാനായി ഗൂഗിളിൽ തിരയുകയാണ് മിക്ക ആളുകളും ചെയ്യാറുള്ളത്. നിമിഷങ്ങൾക്കുള്ളിൽ തിരയുന്ന കാര്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഗൂഗിൾ നൽകാറുമുണ്ട്. ഏത് കാര്യവും ഗൂഗിളിൽ തിരയാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് അവിടെയാണ് തെറ്റിയത്. താഴെ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ തിരയുകയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ബോംബ് എങ്ങനെ നിർമ്മിക്കും? ബോംബ് നിർമ്മിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ ഗൂഗിളിൽ തിരയുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരയുന്നതും ആയുധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, സുരക്ഷാ സംവിധാനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2. കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുന്നത്. കുട്ടികളുടെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും ഗൂഗിളിൽ തിരയുന്നത് നിയമവിരുദ്ധമാണ്. ഇതിനെതിരെ ശക്തമായ നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇങ്ങനെ തിരഞ്ഞവർ പിടിക്കപ്പെടാൻ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഏകദേശം 5 മുതൽ 7 വർഷം വരെയുള്ള ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ട കുറ്റമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഇന്ത്യൻ പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. ഒരു സ്വകാര്യ മുറിയിൽ അശ്ലീലം കാണുന്നത് ഭരണഘടനാ പ്രകാരം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അവകാശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് 2015 ഇന്ത്യൻ സുപ്രീം കോടതി ഒരു കേസിൽ വാക്കാൽ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അതിനാൽ നിയമം സ്ഥാപിച്ച നടപടിക്രമമല്ലാതെ ഒരു അധികാരത്തിനും ഇത് എടുത്തുമാറ്റാൻ കഴിയില്ല. അതിനാൽ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ അശ്ലീല സിനിമകൾ കാണുന്നിടത്തോളം കാലം അത് പൂർണ്ണമായും നിയമപരമാണ്. എന്നിരുന്നാൽ തന്നെയും കുട്ടികളുടെ അശ്ലീലമായതോ ബലാത്സംഗമോ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോ ചിത്രീകരിക്കുന്ന അശ്ലീല ഉള്ളടക്കം കാണുകയോ സംഭരിക്കുകയോ ചെയ്യുന്നത് ഒരു സ്വകാര്യ സ്ഥലത്ത് കണ്ടാൽ പോലും അത് കുറ്റകരമാണ്. 3. ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഗൂഗിളിൽ തിരയുന്നത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കും. ജയിൽ ശിക്ഷ വരെ ഇതിന് അനുഭവിക്കേണ്ടി വരും. 4. സിനിമകളുടെ വ്യാജ പതിപ്പുകൾ കാണുന്നത്. ബഹുഭൂരിപക്ഷം സിനിമാ പ്രേമികൾക്കും തിയേറ്ററുകളിൽ സിനിമ ആസ്വദിക്കുന്നതാകും ഇഷ്ടം. എന്നാൽ ചില ആളുകൾ സൗജന്യമായി സിനിമകൾ കാണാൻ ശ്രമിക്കുന്നവരാണ്. അനുമതിയില്ലാതെ ഗൂഗിളിലൂടെ സിനിമകൾ കാണുന്നത് ശിക്ഷാർഹമാണ്. അത് കാണുന്നതോ കാണാൻ ശ്രമിക്കുന്നതോ തെറ്റാണ്. അങ്ങനെ പിടിക്കപ്പെടുന്നവർക്ക് 3 വർഷത്തെ ജയിൽ ശിക്ഷയും 10 ലക്ഷം രൂപ വരെ പിഴയും അടക്കേണ്ടി വരും. ഇതിന്റെ പേരിൽ ഒരാൾക്ക് കുറഞ്ഞത് 3 വർഷമെങ്കിലും തടവ് അനുഭവിക്കാവുന്നതാണ്. മാത്രവുമല്ല, ആ വ്യക്തിക്ക് 10 ലക്ഷം വരെ പിഴയും ചുമത്താം. കഴിഞ്ഞിട്ടില്ല. സെൻസിറ്റീവായ പല കാര്യങ്ങളും ഗൂഗിളിൽ തിരയുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ബലാത്സംഗത്തിനും ഇരയായവരുടെ പേരുകൾ തിരയുന്നതും ഒഴിവാക്കണം. ബാലപീഡനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയെ ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യത വരെ ഇവിടെയുണ്ട്.